അജിത് ഡോവൽ വീണ്ടും പാകിസ്ഥാനിൽ കയറി മേയുന്നുണ്ടോ? കാരണം ചില വിവരങ്ങൾ വരുമ്പോൾ അജിത് ഡോവലിന്റെ പിള്ളേരാണോ ഇതൊക്കെ ചെയ്യുന്നതെന്ന് അറിയാതെയാണെങ്കിൽ നമുക്ക് തോന്നിപ്പോ ഇന്ത്യ അത് സ്ഥിരീകരിക്കാത്ത സ്ഥിതിക്ക് നമുക്കത് അങ്ങനെ പറയാനും പറ്റില്ല. എങ്കിൽ പോലും ഈ ഇന്ത്യക്കെതിരെ ചൊറഞ്ഞവന്മാരെല്ലാം തീർന്നുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയാണ് ചോദിക്കാൻ തോന്നുന്നത്. അജിത് ഡോവലിനെ അവിടെ വിട്. നമുക്കിപ്പോൾ മിസ്റ്റർ അജ്ഞാതൻ, ഏതോ ഒരു അജ്ഞാതൻ എവിടുന്നോ വരുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, എവിടെയൊക്കെയോ പോകുന്നു. അതെ, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. അജ്ഞാതന്മാർ പലതവണ പല സ്ഥലത്ത് രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. ഈ അജ്ഞാതന്റെ ഏറ്റവും ഒടുവിലത്തെ ക്ലൈന്റ് അമീർ ഹംസ, ഇയാള് വെടിയേറ്റു എന്നാണ് വിവരങ്ങൾ വരുന്നത്. എന്നാൽ പാകിസ്ഥാൻ അത് സമ്മതിക്കില്ലല്ലോ. അയാളുടെ വീട്ടിൽ വെച്ച് നടന്ന ഏതോ ഒരു ആക്സിഡന്റ്, എന്തോ ഒരു അപകടം പറ്റി, ചിലപ്പോൾ കാല് തെറ്റി വീണെന്നോ ബാത്റൂമിൽ വീണെന്നോ ഒറ്റ ആയിരിക്കാം. ഏതായാലും ഇയാളിപ്പോൾ ISIയുടെ സംരക്ഷണയിൽ, അവരാണല്ലോ മൊത്തത്തിൽ ഇതെല്ലാം ചെയ്യുന്നത്, ISIയുടെ സംരക്ഷണയിൽ ലാഹോറിലെ ഒരു ആശുപത്രിയിൽ ഇപ്പോൾ നിലവിൽ ചികിത്സയിലാണ്. ഗുരുതരമായി പരിക്കുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇയാൾക്ക് വെടിയേറ്റിട്ടുണ്ട് എന്നാണ്. പക്ഷെ സ്ഥിരീകരണമില്ല. പാകിസ്ഥാൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണം വന്നേക്കുന്നത് ഇയാൾക്ക് വീട്ടിൽ വെച്ച് എന്തോ ഒരു പരിക്ക് പറ്റി. ഇനി അവർ പറയുന്ന പ്രകാരം കറിക്കരിഞ്ഞപ്പോൾ കൈമുറിഞ്ഞതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഏതായാലും പരിക്കുണ്ട് എന്നുള്ള കാര്യം മാത്രമാണ് സ്ഥിരീകരണം. ഇയാള് ലഷ്കർ ഇ തോയ്ബ, പാകിസ്ഥാനിലെ ഭീകര സംഘടനയാണ്. അതിൻ്റെ ഒരു സ്ഥാപക നേതാക്കളിൽ ഒരാൾ, 17 പേരിലുള്ള സ്ഥാപക നേതാക്കളിൽ ഒരാളാണ്. അതിൽ ഹാഫിസ് സയ്യിദിനെ പോലെയുള്ള പ്രമുഖരായ ലഷ്കർ തോയ്ബ നേതാക്കൾക്കൊപ്പം പരിഗണിക്കപ്പെടുന്ന ഒരാളാണ് അമീർ ഹംസ. ഇയാളുടെ മെയിൻ പരിപാടി മതപ്രഭാഷണങ്ങളാണ്. മതപ്രഭാഷണം നടത്തി യുവാക്കളെയും കുട്ടികളെയും അടക്കമുള്ളവരെയെല്ലാം ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പ്രേരിപ്പിക്കുക. തീപ്പൊരി പ്രസംഗം, നമുക്ക് മനസ്സിലാകാൻ അങ്ങനെ പറയാം, തീപ്പൊരി പ്രസംഗങ്ങൾ നടത്തുക. അതോടൊപ്പം തന്നെ ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണസമാഹരണം നടത്തുക. ഇത്തരം കലാപരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഈ അമീർ ഹംസ എന്ന് പറയുന്നത്. ഇയാൾക്ക് ഈ ലഷ്കർ ഇ തോയ്ബയുമായിട്ടുള്ള ബന്ധം എല്ലാം വളരെ ശക്തമായി പോകുമ്പോൾ ഇയാളൊരു പരിപാടി ഒപ്പിച്ചോടെ ഇയാൾ അവിടെ സാമ്പത്തിക തിരിമറി നടത്തി. അങ്ങനെ 2018 ലഷ്കർ ഇ തോയ്ബയായിട്ട് തെറ്റിപ്പിരിഞ്ഞ് ഇയാൾ സ്വന്തമായി ജെയ്ഷ് ഇ മഖഫ, അറബിയിലെ വാക്ക് എങ്ങനെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ഏതായാലും അങ്ങനെയാണ് എനിക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുക, അങ്ങനെ ഒരു സ്ഥാപനം, അതും ഇതേപോലെ ഒരു സന്നദ്ധ സംഘടനയൊന്നുമല്ല, തീവ്രവാദ പ്രവർത്തനം തന്നെയാണ് അതിലും ഉള്ളത്. ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും ഇതൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇയാൾ ഈ പരിപാടികൾക്കുമായിട്ട് ഇയാൾ കാശ്മീരിലേക്കും ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിലേക്കും ആളുകളെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ വിവരങ്ങൾ, തെളിവുകൾ. അപ്പോൾ ഇയാൾ ഇന്ത്യയുടെ മാത്രം നോട്ടപ്പുള്ളിയല്ല, അമേരിക്കയുടെയും നോട്ടപ്പുള്ളിയാണ്. അതുകൊണ്ട് തന്നെ ലോകത്തെമ്പാടും ഇയാളെ കിട്ടിയാൽ എപ്പോൾ പിടികൂടണം എന്ന തരത്തിൽ ഇരിക്കുമ്പോഴാണ് നമ്മുടെ വീണ്ടും അജ്ഞാതം വന്ന് ആ പണി ഏതാണ്ട് ലഘൂകരിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ആളിപ്പോൾ ലാഹോറിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നിലവിലെ സ്ഥിതി എന്താണോ എന്നും അറിയില്ല. ഏതായാലും അജിത് ഡോവലിന് ഒരാളുടെ പണി കൂടി കുറഞ്ഞിട്ടുണ്ടെന്ന് വേണമെങ്കിൽ ഇപ്പൊ പറയാം. ചത്തിട്ടില്ല, അതെ 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 എന്നാണ് പുറത്തു വരുന്ന വിവരം. ഇനി ചത്തെങ്കിലും പാകിസ്ഥാൻ പറയും ചത്തില്ല എന്നേ പറയുള്ളൂ, ആ ജീവനോട്. കാരണം അജ്ഞാതന്മാരെ ഇപ്പോൾ അസീം മുനീറിന് വരെ പേടിയാണ്. ഏത് ഭാഗത്തൂടെ അജ്ഞാതം വരും, തലയ്ക്ക് വെടിയുതിർത്തിട്ട് ഇവർ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ലല്ലോ. കാരണം ഈ ഭീകരവാദികൾ മുഴുവൻ നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരാൾ വരുന്നു, ഈ ഉന്നം വയ്ക്കുന്നവനെ കൃത്യമായി തീർക്കുന്നു. അതിനുശേഷം ഒരു കൂസലും ഇല്ലാതെ ഇവന്മാർ ആ വെടിവച്ചയുടെ സൗണ്ട് തീരുന്നതിന് മുമ്പ് അജ്ഞാതൻ അവിടെ നിന്ന് സ്ഥലവും വിടുന്നു. അപ്പൊ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് പോലും ഇപ്പൊ മനസ്സിലാവാത്ത സ്ഥിതിയാണ്. പിന്നെ ഒരു ധൈര്യമുള്ളത്, നീയൊക്കെ എത്ര കളിച്ചാലും ഒരു അജ്ഞാതം വരും, ഇന്ത്യയൊക്കെ കാറ്റ് തീരും എന്നുള്ളതാണ്. ഈ അജ്ഞാതൻ എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്നാണ് ഇപ്പൊ ഇന്ത്യക്കാർ ഒന്നടങ്കം ചോദിക്കുന്നത്. ഏതെങ്കിലും സമയത്ത് ഇയാളൊന്ന് കാണാൻ പറ്റുമോ? അതായത് നമ്മുടെ മുമ്പ് കൊടുത്തൊരു വീഡിയോ, ഇതേപോലെ ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോയിൽ ഒരു പ്രേക്ഷകൻ ഇട്ടൊരു കമൻറ്റ് ഒന്ന് പറയുകയാണ്. അതായത് ഭണ്ഡാരപ്പണി എടുക്കുന്നയാൾക്ക് ചമ്മന്തി ഇറക്കാനാണോ അറിയാത്തത് എന്ന് പറയുന്ന പോലെ, അവിടെ സൈനിക താവളത്തിൽ മിസൈൽ ഇടാൻ അറിയാവുന്ന ഇന്ത്യക്കാണോ അവിടെ ഇതേപോലൊരു പരിപാടി ചെയ്യാൻ അറിയാൻ പാടില്ല? അപ്പോൾ ഇവിടെ നേരത്തെയും ഇതേപോലെ 2 ദിവസം മുമ്പാണ് അബു സൈഫുള്ള എന്ന് പറയുന്ന ഒരാൾ ഇതേപോലെ, അയാൾ സിന്ധ്, അതായത് പാകിസ്ഥാൻ്റെ ഏറ്റവും പ്രബലമായ, ഏറ്റവും സമ്പന്നമായ, ഏറ്റവും പട്ടണ സദൃശ്യമായ ഒരു സ്ഥലമാണ്. അവിടെ വെറുതെ ഒന്ന് റോഡ് മുറിച്ച് കടന്നതാണ് 3 പേര് ബൈക്കിൽ വന്ന് വെറുതെ ഒന്ന് വെടിവെച്ചിട്ട് പോയി. ആരാണ് ഏതാണെന്ന് ആർക്കും അറിയില്ല. അയാൾ റോഡിൽ കിടന്ന് പിടയുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം, വെള്ളത്തിന് വേണ്ടി യാചിക്കുന്ന അടക്കമുള്ള ദൃശ്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഏതായാലും അജ്ഞാതന്മാർ
അയാൾ വിനോദ് കുമാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. നേപ്പാൾ കേന്ദ്രീകരിച്ച് ഈ പാകിസ്ഥാൻ വിട്ട ഒരു ഭീകര സംഘടനയിലെ നേതാവാണ്. ഇന്ത്യയിൽ തന്നെ 3 ഭീകരാക്രമണങ്ങൾ ഇയാൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ ഈ വിനോദ് കുമാർ എന്ന പേരിലാണ് നേപ്പാളിൽ ഇയാൾ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോ ഈ വിനോദ് കുമാർ ഈ ഭീകരനാണ് എന്നും ഇയാൾ ഇന്ത്യക്ക് വേണ്ടി ഇത്തരം ആക്രമണം ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നും ഇയാളുടെ പുറകെ നടന്ന് ഇയാൾ എവിടെയാണ് താമസിക്കുന്നത്, എവിടെയൊക്കെയാണ് പോകുന്നത്, എപ്പോഴാണ് പുറത്തിറങ്ങുന്നത്, ആരെയൊക്കെയാണ് കാണുന്നത്, ഇതെല്ലാം കുറച്ച് നാളുകളായി അജ്ഞാതന്മാർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് റോഡിൽ ഇറങ്ങിയപ്പോൾ ഇതാണ് ഉചിതമായ സമയം എന്ന് കരുതി അപ്പൊ തന്നെ തീർത്ത് കളഞ്ഞത് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഈ 2014 ശേഷമാണ് ഈ അജ്ഞാതന്മാരുടെ വരവും ഈ പാകിസ്ഥാന്റെ ഭീകരവാദികളെ തീർക്കുന്ന ഈ ഒരു സംരംഭം ആരംഭിച്ചത്. അതിപ്പോ ഇന്ത്യയിലുള്ള ആരെങ്കിലും ഇതിന് നേതൃത്വം നൽകുന്നതാണോ, ഇനി മറ്റാരെങ്കിലും ഇവന്മാരെ ലക്ഷ്യം വയ്ക്കുന്നതാണോ എന്നൊന്നും നമുക്കറിയില്ല. കാരണം അജിത് ഡോവലിന്റെ ബുദ്ധി എന്ന് പറയുന്നത് നമ്മളൊന്നും ചിന്തിക്കുന്നിടത്ത് അത് നിൽക്കില്ല. ഈ മിസൈലുകളുടെ വേഗം, ഈ ശബ്ദത്തെക്കാൾ വേഗതയിലാണ് മിസൈൽ സഞ്ചരിക്കുന്നതെന്ന് പറയുന്നത് പോലെയാണ് അജിത് ഡോവലിന്റെ ബുദ്ധി. എവിടെ എങ്ങനെ ഏത് തരത്തിൽ പ്രവർത്തിക്കുമെന്ന് ഒരു പിടിപാടും ഇല്ലാത്ത ഒരു രീതിയാണ് അദ്ദേഹത്തിൻ്റെത്. നമുക്കെല്ലാവർക്കും അറിയാം, പാകിസ്ഥാനിൽ ഒരാൾ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം ജീവനോടെ വരുന്നതൊക്കെ വളരെ അപൂർവമാണ്. ഇവന്മാരെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഒരു പട്ടാളക്കാരനെ പിടിച്ചിട്ട് ശരീരത്തിൽ 7 കിലോ ആണി അടിച്ച് കയറ്റിയെന്നാണ് പറയുന്നത്. നാക്കരിഞ്ഞു, ലൈംഗിക അവയവം അരിഞ്ഞു കളഞ്ഞു. വളരെ ക്രൂരമായാണ് നമുക്ക് അദ്ദേഹത്തെ, നമ്മുടെ സൈനിക നേതാവിനെ തിരിച്ചു കിട്ടിയത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം ക്രൂരത ഇവന്മാർ ഇന്ത്യക്കാരെന്ന് അറിയുമ്പോൾ ചെയ്തു കളയുന്ന ഒരാളാണ്. അവിടെയാണ് 7 വർഷം അജിത് ഡോവൽ താമസിച്ച് ഇവരുടെ താവളങ്ങൾ കണ്ടെത്തി ഇവർക്ക് അവിടെ നിന്ന് ഇവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഇന്ത്യയിലേക്ക് അറിയിച്ച് 7 വർഷം കഴിഞ്ഞ് അദ്ദേഹം ജീവനോടെ തന്നെ ഇന്ത്യയിലേക്ക് തിരിച്ചു എത്തി. അപ്പൊ എത്ര അതെ, എന്നിട്ട് തീർന്നില്ല. ഇവിടെ ഇരുന്ന് എനിക്ക് തോന്നുന്നു വേറെ ആരോടും ചോദിക്കണ്ട, പാകിസ്ഥാന്റെ മുക്കും മൂലയും അജിത് ഡോവലിന് അറിയാവുന്നത് പോലെ ഷഹബാസ് ഷെരീഫിനും അസീം മുനീറിന് പോലും അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പാകിസ്ഥാൻ ഒരു സാമ്പത്തികമായി വളർച്ചയില്ലാത്ത രാജ്യമാണല്ലോ. ഇപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിലെ ഈ വർഷങ്ങൾക്ക് ശേഷം ഗൾഫിലൊക്കെ 1-2 വർഷം ഇരുന്നിട്ട് പറഞ്ഞവർ പറയും, ദൈവമേ വീടിരുന്ന സ്ഥലം തന്നെ മാറിപ്പോയി, ചിലർക്ക് വഴിയൊക്കെ തെറ്റിയെന്ന് പറയും. കാരണം നമ്മുടെ നാടും രാജ്യവും വികസിക്കുകയാണ്. ഇവിടെ അതില്ലല്ലോ. 50 വർഷം മുമ്പ് നടന്ന സംഭവം രീതി തന്നെയാണ് ഇപ്പോഴും എന്നുള്ളതാണ്. അപ്പോൾ പാകിസ്ഥാനിൽ എപ്പോൾ പോയാലേ അജിത് ഡോവൽ 7 വർഷം അവിടെ നിന്നിട്ട് വന്ന അതേ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും. ഒരു പടി അങ്ങോട്ടും പോയിട്ടില്ല, ഒരു പടി ഇങ്ങോട്ടും വന്നിട്ടില്ല. അപ്പോൾ അജിത് ഡോവലിന് അതിന്റെ മുക്കും മൂലയും കാര്യങ്ങളും എല്ലാം അറിയാം. പിന്നെ അത് ഇവർക്കൊപ്പമാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ റോയിലെ ആളുകൾ ആരാണെന്നോ അതിന്റെ മേധാവികൾ ആരാണെന്നോ ഒന്നും പുറത്തു വിടില്ല. അതൊരു നടപടിയുടെ സുരക്ഷയുടെ ഭാഗം കൂടിയാണ്. ഈ ഹാഫിസ് സയ്യിദിനെ പോലെയുള്ള ലഷ്കറിന്റെ തലമൂത്ത നേതാക്കളുണ്ടല്ലോ, അവരെയൊക്കെ അവരെയൊക്കെ ഈ കൊട്ടാര സദൃശ്യമായ വീടുകളിൽ സകല സുഖസൗകര്യങ്ങളും കൂടി പറയുമ്പോൾ അവർ തടവിലാണ്, പക്ഷെ വീട്ടുതടങ്കലിലാണ്. അപ്പോൾ ഇത്തരം സുരക്ഷകൾ ഒരുക്കിയിരിക്കുന്നത് കൊണ്ട് മാത്രമായിരിക്കും ഹാഫിസ് സയ്യിദൊക്കെ ഇപ്പോഴും ജീവനോടെ ഉള്ളത്. അല്ലെങ്കിൽ അജ്ഞാതം നേരത്തെ തന്നെ ഇവർ റോഡിൽ ക്രോസ് ചെയ്ത ആളാണ് തീർന്നത്. അല്ലെങ്കിൽ ഹാഫിസ് സയ്യിദൊക്കെ മുമ്പേ അജ്ഞാതന്റെ ഇരയാകേണ്ടതാണ്. അല്ല, ഇരയാകും, നമ്മൾ സംശയിക്കണ്ട, അത് ഉടനെ തന്നെ ഉണ്ടാവും. കാരണം പാകിസ്ഥാൻ എന്തായാലും ഭീകരവാദികളെ തള്ളിപ്പറയില്ല, തള്ളിക്കളയില്ല. അപ്പൊ പിന്നെ ഇന്ത്യക്ക് ഒരൊറ്റ എന്താ പറയുക ലക്ഷ്യമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, അജ്ഞാതന്മാരെ വിട്ട് അവന്മാരെ മൊത്തത്തിൽ തീർക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ സ്ഥിരീകരിക്കാത്ത സ്ഥിതിക്ക് നമുക്കത് പറയാൻ കഴിയില്ല. ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ, മറ്റാരെങ്കിലും ആണെങ്കിൽ അതാരാണെങ്കിലും ചെയ്യുന്നത് നല്ല പ്രവൃത്തിയാണ് എന്ന് മാത്രമേ പറയാൻ കഴിയൂ. അതെ.